ഗൈസ് അങ്ങനെ ദേ മുടപ്പല്ലൂർ വേലയാണ്. അങ്ങനെ ദേ പന്തലൊക്കെ കണ്ടു കഴിഞ്ഞ് അവിടെ നിന്ന് കുറേ നേരം ചുറ്റിക്കറങ്ങി തിരിഞ്ഞ് ഒരു കടലയൊക്കെ മേടിച്ച് അങ്ങോട്ട് തിന്നിട്ട് ദേ വെടിക്കെട്ടിൻ്റെ അവിടേക്ക് നടക്കാൻ വേണ്ടി പോവാണ്. വെടിക്കെട്ടിൻ്റെ അവിടെ നിന്ന് നടന്ന് പകുതി എത്തുമ്പോഴേക്കും ദേ പൊട്ടിത്തുടങ്ങി ചടപട്ടപട്ടപട്ടാന്ന്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒന്നൊന്നര വെടിക്കെട്ടായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് മുടപ്പല്ലൂർ വേല കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേല കാണാൻ വന്നോളയും പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഒന്നും പറയാനില്ല, നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് വെടിക്കെട്ട് കണ്ട് ആസ്വദിച്ചു. അച്ഛനും മമ്മിയും മേമയും മക്കളും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വെടിക്കെട്ടെല്ലാം കണ്ട ശേഷം ഞങ്ങൾ നേരം നടന്നു നമ്മുടെ അമ്പലത്തേക്ക്. അങ്ങനെ അമ്പലത്തിൽ പോയി അവിടെ കുറേ സമയം നിന്ന് കൊട്ട് കണ്ടു കേട്ടോ. കൊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായാലും മാറില്ലല്ലോ. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ സമയം കൊട്ടൊക്കെ കണ്ടു. കൊട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മോഹം, എന്തായാലും ഒരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന്. തലേ ദിവസം വന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പോയിട്ടാ. അങ്ങനെ എല്ലാവരും കൂടി നേര് വെളിയിലിറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ അങ്ങോട്ട് കഴിച്ചു. ആ ഫോട്ടോ എടുത്തത് അങ്ങോട്ട് ക്ലിയർ ആയില്ലയോ എന്ന് സംശയമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണിച്ച് ഒരു തേങ്ങ തലയൊഴിഞ്ഞ് മുട്ടാം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു, ഈ പ്രാവശ്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് രാവിലെ എണിച്ച് അമ്പലത്തേക്ക് വന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വേലയ്ക്കൊന്നും ഇതുപോലെ ഞാൻ അമ്പലത്തിൽ വന്നിട്ടില്ല. ഇപ്രാവശ്യമാണ് ഞാൻ വേലൻ്റെ തലേ ദിവസവും അമ്പലത്തേക്ക് വന്നു, വേല ദിവസവും അമ്പലത്തേക്ക് വന്നു, അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എണിച്ചിട്ടും അമ്പലത്തേക്ക് വന്നു കേട്ടോ. അങ്ങനെ സത്യം പറഞ്ഞാൽ നല്ല സൂപ്പർ വേലയായിരുന്നു. ഇപ്രാവശ്യമാണ് സമാധാനത്തോടു കൂടി നിന്ന് വേലയൊക്കെ അങ്ങോട്ട് കാണാൻ പറ്റിയത് കേട്ടോ. അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.